നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ബാലൻസ് ഷീറ്റ് എങ്ങനെ വായിക്കാമെന്നതിന്റെ തുടർച്ചയാണ് ചർച്ച ചെയ്യുന്നത്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്താണെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ തൂണാണ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി അഥവാ ഓഹരി മൂലധനം. ലളിതമായി പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ആകെ ആസ്തികളിൽ നിന്ന് എല്ലാ കടങ്ങളും കൊടുത്തു തീർത്താൽ ബാക്കി ഉടമസ്ഥർക്ക് അവകാശപ്പെട്ട തുകയാണിത്. രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന് കോമൺ സ്റ്റോക്ക്, സാധാരണ ഓഹരി മൂലധനം എന്ന് പറയും, അതായത് തുടക്കമിട്ട പണം. ഇതിനെ നമുക്ക് ബിസിനസ് തുടങ്ങാൻ ഉടമസ്ഥർ കയ്യിൽ നിന്ന് എടുത്ത അസൽ പണം എന്ന് വിളിക്കാം. ഒരു കമ്പനി തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്ക് പുതിയ വികസനങ്ങൾക്കായി ഓഹരികൾ വിൽക്കുമ്പോഴോ നിക്ഷേപകർ കമ്പനിക്ക് നൽകുന്ന പണമാണിത്. ഉദാഹരണം വെച്ച് മനസ്സിലാക്കാം. നിങ്ങൾ 10 ലക്ഷം രൂപ മുടക്കി ഒരു ബേക്കറി തുടങ്ങുന്നു എന്ന് വിചാരിക്കുക. ഈ 10 ലക്ഷം രൂപയാണ് ആ ബിസിനസിന്റെ കോമൺ സ്റ്റോക്ക്. ഒരു കമ്പനി എത്രത്തോളം മൂലധനം സമാഹരിച്ചിട്ടുണ്ടെന്ന് ഇതിലൂടെ അറിയാം. റീറ്റേൺഡ് ഏർണിംഗ്സ് ആണ് അടുത്തത്, അതായത് നീക്കിവെച്ച ലാഭം. കമ്പനിയുടെ സമ്പാദ്യം എന്നും ഇത് പറയാം. ഇതാണ് ഒരു കമ്പനിയുടെ വളർച്ച അളക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരു കമ്പനി ഒരു വർഷം ലാഭം ഉണ്ടാക്കിയാൽ ആ ലാഭം മുഴുവൻ ഉടമസ്ഥർക്ക് വീതിച്ചു നൽകില്ല. പകരം കമ്പനിയുടെ ഭാവി വളർച്ചയ്ക്കോ പുതിയ തന്ത്രങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ കടം വീട്ടാനോ വേണ്ടി ഒരു വിഹിതം കമ്പനിയിൽ തന്നെ കരുതിവെക്കും. ഇതിനെയാണ് റീറ്റേൺഡ് ഏർണിംഗ്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ബേക്കറിയിൽ നിന്ന് ഒരു വർഷം 2 ലക്ഷം രൂപയുടെ ലാഭം കിട്ടിയെന്ന് വിചാരിക്കുക. അതിൽ 50,000 രൂപ നിങ്ങൾ വീട്ടാവശ്യത്തിന് വേണ്ടി എടുത്തു. ബാക്കി 1.5 ലക്ഷം രൂപ ബേക്കറിയിൽ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങാനായി മാറ്റിവെച്ചു. ഈ 1.5 ലക്ഷം രൂപയാണ് റീറ്റേൺഡ് ഏർണിംഗ്സ്. നിക്ഷേപകന്റെ കാഴ്ചപ്പാടിൽ ഒരു കമ്പനിയുടെ റീറ്റേൺഡ് ഏർണിംഗ്സ് വർഷം തോറും കൂടുന്നുണ്ടെങ്കിൽ ആ കമ്പനി സ്വയം ലാഭം ഉണ്ടാക്കി വളരുകയാണ് എന്നാണ് അർത്ഥം. ഇത് കമ്പനിയുടെ ആരോഗ്യത്തിന്റെ വലിയൊരു ലക്ഷണമാണ്. കോമൺ സ്റ്റോക്ക് എന്നത് നമ്മൾ പുറത്തു നിന്ന് കൊണ്ടുവന്ന പണമാണ്. റീറ്റേൺഡ് ഏർണിംഗ്സ് എന്നത് കമ്പനി സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കി മാറ്റിവെച്ച പണമാണ്. ഒരു കമ്പനിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യുമ്പോൾ റീറ്റേൺഡ് ഏർണിംഗ്സ് പോസിറ്റീവ് ആണോ എന്ന് നോക്കുന്നത് വളരെ നിർണായകമാണ്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ കമ്പനി തുടർച്ചയായി നഷ്ടത്തിലാണ് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് റിയൽ ബാലൻസ് ഷീറ്റ് വെച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാൻ നിഫ്റ്റി 50യിലെ എറ്റേണൽ ലിമിറ്റഡ് ആണ് ഇവിടെ എടുക്കുന്നത്. മറ്റ് നിഫ്റ്റി 50 കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുന്ന ബിസിനസ് മോഡൽ ആയതുകൊണ്ടും എറ്റേണൽ എന്ന കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടുമാണ് ഈ കമ്പനി പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നത്. നിലവിൽ കമ്പനിയുടെ 2025 സാമ്പത്തിക വർഷത്തിലെ ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഈ ഹെഡിൽ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് അലോൺ ബാലൻസ് ഷീറ്റ് എന്ന് വെച്ചാൽ എറ്റേണൽ എന്ന കമ്പനിയുടെ മാത്രം കാര്യമാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതല്ലാതെ കൺസോളിഡേറ്റഡ് ആണ് നോക്കുന്നതെങ്കിൽ എറ്റേണൽ എന്ന കമ്പനിക്ക് കീഴിലെ ബ്ലിങ്കിറ്റ് അടക്കമുള്ള മറ്റ് ഉപസ്ഥാപനങ്ങളുടെ കണക്കുകൾ കൂടി മനസ്സിലാക്കാൻ പറ്റും. ആദ്യം സ്റ്റാൻഡ് അലോൺ എങ്ങനെയാണെന്ന് നോക്കാൻ പഠിക്കാം. ഈ ബാലൻസ് ഷീറ്റിൽ 3 കോളം ഉണ്ട്. ഒന്നിൽ നോട്ട്സ് എന്ന ഹെഡ് കാണാം. അടുത്തതിൽ 2025 വരെയുള്ള കണക്കുകളും ശേഷം 2024 മാർച്ച് വരെയുള്ള കണക്കുകളും കാണിച്ചിട്ടുണ്ട്. നോട്ട്സ് എന്താണെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൽ സ്ഥലം പരിമിതമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായി എഴുതാൻ കഴിയില്ല. അതിനാൽ ഓരോ പ്രധാന കണക്കിനും പിന്നിലുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുന്ന പേജുകളെയാണ് നോട്ട്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യം തന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് എന്ന ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ തന്നെ നോൺ കറന്റ് അസറ്റ്സ് ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രോപ്പർട്ടി, പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് എന്നാൽ കമ്പനിയുടെ സ്വന്തം കെട്ടിടങ്ങൾ, ഓഫീസിലെ ഫർണിച്ചറുകൾ, യന്ത്രങ്ങൾ എന്നിവയുടെ മൂല്യമാണിത്. ഇവിടെ 86 കോടി രൂപയായി ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. റൈറ്റ് ഓഫ് യൂസ് അസറ്റ്സ് ആണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. ഇത് 151 കോടി രൂപയാണ്. കമ്പനി സ്വന്തമായി വാങ്ങാതെ വാടകയ്ക്കോ ലീസിനോ എടുത്ത് ഉപയോഗിക്കുന്ന വലിയ ഓഫീസുകളോ വെയർ ഹൗസുകളോ ആണിത്. ഗുഡ്വിൽ 1209 കോടി രൂപ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. ഒരു കമ്പനിയെ അതിന്റെ യഥാർത്ഥ മൂല്യത്തെക്കാൾ കൂടുതൽ പണം നൽകി വാങ്ങുമ്പോൾ, ഉദാഹരണത്തിന് ബ്ലിങ്കിറ്റ് വാങ്ങിയതുപോലെ, ആ അധികം നൽകിയ തുകയാണ് ഗുഡ്വിൽ എന്ന് വിളിക്കുന്നത്. ഇത് കമ്പനിയുടെ പേരിനും പെരുമയ്ക്കും നൽകുന്ന വിലയാണ്. സോഫ്റ്റ്വെയറുകൾ, ലൈസൻസുകൾ, ബ്രാൻഡ് ലോഗോകൾ പോലുള്ള കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആസ്തികളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഇവിടെ 25 കോടി രൂപയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഫൈനാൻഷ്യൽ അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നൽകിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് 24,431 കോടി രൂപയാണ്. ഇതാണ് എറ്റേണലിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. കമ്പനി മറ്റു വലിയ ബിസിനസ്സുകളിലോ ദീർഘകാല ഫണ്ടുകളിലോ നിക്ഷേപിച്ചിരിക്കുന്ന പണമാണിത്. ലോൺസ് 880 കോടി രൂപയുണ്ട്. ഇത് കമ്പനി മറ്റാർക്കെങ്കിലും ദീർഘകാലത്തേക്ക് നൽകിയിട്ടുള്ള വായ്പകളാണ്. അതർ ഫിനാൻഷ്യൽ അസറ്റ്സിൽ 2636 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ദീർഘകാലത്തേക്ക് ബാങ്കുകളിൽ ഇട്ടിരിക്കുന്ന വലിയ ഡെപ്പോസിറ്റുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടാക്സ് അസറ്റ്സ് 48 കോടി രൂപയായും കാണിച്ചിട്ടുണ്ട്.
കമ്പനി മുൻകൂട്ടി അടച്ച അധിക നികുതിയോ അല്ലെങ്കിൽ ഭാവിയിൽ തിരികെ ലഭിക്കേണ്ട ടാക്സ് ആനുകൂല്യങ്ങളോ ആണിത്. അതർ നോൺ കറന്റ് അസറ്റ്സ് 74 കോടി രൂപ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ പറഞ്ഞതിൽ ഉൾപ്പെടാത്ത മറ്റ് ചെറിയ ദീർഘകാല സമ്പാദ്യങ്ങളാണിവ. ചിത്രത്തിൽ പ്രോപ്പർട്ടി, പ്ലാൻ ആൻഡ് ഇക്വിപ്മെന്റ് എന്നതിന് നേരെ നോട്ട് കോളത്തിൽ 3 എന്ന് കാണാം. ഇതിനർത്ഥം കമ്പനിയുടെ പക്കൽ എന്തൊക്കെ കെട്ടിടങ്ങളുണ്ട്, എന്തൊക്കെ യന്ത്രങ്ങളുണ്ട് എന്നതിന്റെ പൂർണ്ണമായ പട്ടിക റിപ്പോർട്ടിലെ നോട്ട് 3 എന്ന പേജിൽ പോയാൽ കാണാം എന്നാണ്. അങ്ങനെ ഓരോ നമ്പറിനും പിന്നിലെ വിശദീകരണങ്ങൾ അടങ്ങിയ പാരഗ്രാഫുകളാണ് ഈ നോട്ട്. ഒരു കണക്ക് എങ്ങനെ വന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഈ നോട്ടുകൾ നോക്കാവുന്നതാണ്. എറ്റേണലിന്റെ 326 പേജ് മുതൽക്കാണ് നോട്ട്സ് ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആരംഭിക്കുന്നത്. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമുക്ക് ബാലൻസ് ഷീറ്റിലെ വെറും നമ്പറുകൾ മാത്രം നോക്കിയാൽ പോരാ, ഈ നോട്ട്സ് കൂടി വായിക്കണം. എങ്കിൽ മാത്രമേ കമ്പനി പണം ശരിയായ രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഈ അസറ്റ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ആകെ ദീർഘകാല ആസ്തികൾ, അതായത് ടോട്ടൽ നോൺ കറന്റ് അസറ്റ്സ് 29,540 കോടി രൂപയായിട്ടാണ് കിട്ടുന്നത്. ഈ ചിത്രത്തിൽ കഴിഞ്ഞ വർഷം ഇത് 20,778 കോടി രൂപയായി എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് കമ്പനി അവരുടെ ദീർഘകാല നിക്ഷേപങ്ങളും ആസ്തികളും വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അടുത്ത പോർഷൻ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ്. ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലെ ഇക്വിറ്റി എന്നത് കമ്പനിയുടെ യഥാർത്ഥ മൂല്യം അല്ലെങ്കിൽ നെറ്റ് വർത്ത് ആണ് സൂചിപ്പിക്കുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 907 കോടി രൂപയാണ്. ഇതാണ് കമ്പനിയുടെ അടിസ്ഥാന മൂലധനം. കമ്പനി ഷെയറുകൾ പുറത്തിറക്കിയപ്പോൾ, അതായത് പ്രൊമോട്ടേഴ്സ്, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ള നിക്ഷേപകർ കമ്പനിക്ക് നൽകിയ പണമാണിത്. 2024 ഇത് 868 കോടി രൂപയായിരുന്നു. ഇപ്പോൾ 907 കോടി രൂപയായി വർദ്ധിച്ചു. ഇതിനർത്ഥം കമ്പനി പുതിയ ഷെയറുകൾ വിപണിയിൽ ഇറക്കി കൂടുതൽ പണം സമാഹരിച്ചു എന്നാണ്. ഉദാഹരണത്തിന് QIP വഴിയൊക്കെ. അതർ ഇക്വിറ്റി 33,208 കോടി രൂപയായി കാണിച്ചിട്ടുണ്ട്. ഇതാണ് കമ്പനിയുടെ സമ്പാദ്യം. ഇതിൽ പ്രധാനമായും 2 കാര്യങ്ങൾ ഉണ്ടാകും. ഒന്ന് സെക്യൂരിറ്റീസ് പ്രീമിയം ആണ്, അതായത് ഷെയറുകൾ അതിന്റെ മുഖവിലയേക്കാൾ ഉയർന്ന വിലയ്ക്ക് വിറ്റപ്പോൾ കിട്ടിയ അധിക തുക. റീറ്റേൺഡ് ഏർണിംഗ്സ് ആണ് അടുത്തത്. എന്ന് വെച്ചാൽ കമ്പനി മുൻ വർഷങ്ങളിൽ ഉണ്ടാക്കിയ ലാഭത്തിൽ നിന്നും ചിലവുകൾ കഴിഞ്ഞ് ബാക്കി കരുതി വെച്ചിരിക്കുന്ന പണം. കഴിഞ്ഞ വർഷം ഇത് 21,907 കോടി രൂപയായിരുന്നു. ഇപ്പോൾ ഇത് 33,208 കോടി രൂപയായി വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. കമ്പനി ലാഭം ഉണ്ടാക്കുന്നതും പുതിയ നിക്ഷേപങ്ങൾ വരുന്നതുമാണ് ഇതിന് കാരണം. ആകെ ഇക്വിറ്റി, അതായത് ടോട്ടൽ ഇക്വിറ്റി 34,115 കോടി രൂപയാണ്. ഈ 2 തുകകളും കൂട്ടിയാൽ കിട്ടുന്നതാണ് കമ്പനിയുടെ ആകെ മൂല്യം. സിമ്പിൾ ആയി പറഞ്ഞാൽ എറ്റേണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ എല്ലാ ആസ്തികളും വിറ്റ് അവരുടെ എല്ലാ കടങ്ങളും കൊടുത്തു തീർത്താൽ ബാക്കി ഉടമസ്ഥർക്ക് അവകാശപ്പെട്ട തുകയാണിത്. 22,775 കോടി രൂപയിൽ നിന്ന് 34,115 കോടിയിലേക്ക് ഇത് വളർന്നത് കമ്പനി സാമ്പത്തികമായി വളരെ ശക്തമാകുന്നു എന്നതിന്റെ തെളിവാണ്. ലയബിലിറ്റി ആണ് ഇനി നോക്കാനുള്ളത്. എറ്റേണൽ ലിമിറ്റഡിന്റെ നോൺ കറന്റ് ലയബിലിറ്റീസ്, അതായത് ദീർഘകാല ബാധ്യതകളാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ 1 വർഷത്തിന് ശേഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലയളവിലോ കമ്പനി കൊടുത്തു തീർക്കേണ്ട കടങ്ങളാണിത്. എന്തൊക്കെ കടങ്ങളാണ് അത്തരത്തിലുള്ളത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ലീസ് ലയബിലിറ്റീസ് ആണ്. ഇത് 95 കോടി രൂപയാണ്. കമ്പനി ദീർഘകാലത്തേക്ക് വാടകയ്ക്കോ ലീസിനോ എടുത്തിട്ടുള്ള കെട്ടിടങ്ങൾ, വെയർഹൌസുകൾ അല്ലെങ്കിൽ ഓഫീസുകൾ എന്നിവയ്ക്ക് ഭാവിയിൽ നൽകാനുള്ള തുകയാണിത്. 2024 ഇത് 107 കോടി രൂപയായിരുന്നു. ഇപ്പോൾ അത് 95 കോടി രൂപയെ കുറഞ്ഞിട്ടുണ്ട്. ഇതിനർത്ഥം കമ്പനി ഇതിന്റെ ഒരു ഭാഗം അടച്ചു തീർത്തു എന്നാണ്. പ്രൊവിഷൻസ് 62 കോടി രൂപ എന്ന് കാണിച്ചിട്ടുണ്ട്. ഭാവിയിൽ വന്നേക്കാവുന്ന ചില നിശ്ചിത ചിലവുകൾക്കായി, ഉദാഹരണത്തിന് ജീവനക്കാരുടെ ഗ്രാറ്റുവിറ്റി, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ ചിലവുകൾ പോലുള്ളവ കമ്പനി ഇപ്പോൾ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതിന് തുകയാണിത്. കഴിഞ്ഞ വർഷത്തെ 49 കോടി രൂപയിൽ നിന്നും ഇത് 62 കോടി രൂപയെ വർദ്ധിച്ചിട്ടുണ്ട്. അടുത്തത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ആണ്. ഇത് നെറ്റായിട്ട് 47 കോടി രൂപയാണ് കാണിച്ചിരിക്കുന്നത്. ഭാവിയിൽ കമ്പനി അടയ്ക്കേണ്ടി വരുന്ന അധിക നികുതിയാണിത്. അക്കൗണ്ടിംഗ് കണക്കുകളും ടാക്സ് കണക്കുകളും തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ കാരണമാണ് ഇതുണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം ഇത് 0 ആയിരുന്നു. ഇത്തവണ ഇത് 47 കോടി രൂപ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ ആകെ ദീർഘകാല ബാധ്യതകൾ അഥവാ ടോട്ടൽ നോൺ കറന്റ് ലയബിലിറ്റീസ് നമുക്ക് ലഭിക്കുന്നത് 204 കോടി രൂപയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനിയുടെ ആകെ ആസ്തി 34,115 കോടി രൂപയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ വെറും 204 കോടി രൂപ മാത്രമാണ് അവരുടെ ദീർഘകാല കടങ്ങൾ. ഇതിനർത്ഥം കമ്പനി വലിയ കടബാധ്യതകൾ ഇല്ലാത്ത, സാമ്പത്തികമായി വളരെ സുരക്ഷിതമായ ഒരു അവസ്ഥയിലാണ് എന്നാണ്. അടുത്ത പോർഷൻ കറന്റ് ലയബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. എറ്റേണൽ ലിമിറ്റഡിന്റെ കറന്റ് ലയബിലിറ്റീസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ കമ്പനി കൊടുത്തു തീർക്കേണ്ട തുകകളാണിവ. ലീസ് ലയബിലിറ്റീസ് 78 കോടി രൂപയാണ്. അടുത്ത 12 മാസത്തിനുള്ളിൽ ഓഫീസുകൾക്കോ വെയർഹൌസുകൾക്കോ നൽകേണ്ടി വരുന്ന വാടക അല്ലെങ്കിൽ ലീസ് തുകയാണിത്. കഴിഞ്ഞ വർഷത്തെ 42 കോടി രൂപയിൽ നിന്നും ഇത് 78 കോടി രൂപയെ വർദ്ധിച്ചിട്ടുണ്ട്.
ട്രേഡ് പേയബിൾസ് അതായത് കടം വാങ്ങിയ സാധനങ്ങൾക്കുള്ള പണമാണ് അടുത്തത്. കമ്പനി സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിയ ഇനത്തിൽ മറ്റുള്ളവർക്ക് നൽകാനുള്ള പണമാണിത്. ഇതിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. മൈക്രോ ആൻഡ് സ്മാൾ എന്റർപ്രൈസസ് ആണ് ഒന്നാമത്തേത്, അതായത് ചെറുകിട സ്ഥാപനങ്ങൾക്ക് നൽകാനുള്ള കടം. ഇത് 7 കോടി രൂപയാണ്. അതർ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് 522 കോടി രൂപയാണ്. മൂന്നാമത്തേത് അതർ ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ്. 609 കോടി രൂപയാണ് അതർ ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ്. ശമ്പളം, ഡിവിഡൻഡ് അല്ലെങ്കിൽ ഉടനെ നൽകേണ്ട മറ്റു ചെറിയ സാമ്പത്തിക ബാധ്യതകൾ എന്നിവ ഇതിൽ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 547 കോടി രൂപയായിരുന്നു. നാലാമത്തേത് അതർ കറന്റ് ലയബിലിറ്റീസ് ആണ്. ഇത് 298 കോടി രൂപയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻകൂട്ടി ലഭിച്ച വരുമാനം, അഡ്വാൻസ് ഇൻകം അല്ലെങ്കിൽ ഗവൺമെന്റിന് നൽകാനുള്ള നികുതികൾ അഥവാ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് എന്നിവയാണ് ഇതിൽ പ്രധാനമായും ഉണ്ടാവുക. പ്രൊവിഷൻസ് 18 കോടി രൂപ കാണിച്ചിട്ടുണ്ട്. അടുത്ത 1 വർഷത്തിനുള്ളിൽ വന്നേക്കാവുന്ന ചെലവ് പ്രതീക്ഷിച്ച് മാറ്റിവെച്ചിരിക്കുന്ന തുകയാണിത്. ആകെ തുകയുടെ വിശകലനം നോക്കുമ്പോൾ ടോട്ടൽ കറന്റ് ലയബിലിറ്റീസ് 1532 കോടി രൂപയായിട്ടുണ്ട്. അതായത് ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നോൺ കറന്റ് പ്ലസ് കറന്റ് ലയബിലിറ്റീസ് ആണ്. ഇത് 1736 കോടി രൂപയാണ്. ഇവിടെ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ചേർക്കുമ്പോൾ 35,851 കോടി രൂപയായിട്ടുണ്ട് എന്ന് കാണാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം കമ്പനിയുടെ ആകെ ആസ്തികളും ബാധ്യതകളും ചേർന്ന തുക, ടോട്ടൽ ഇക്വിറ്റിയും ലയബിലിറ്റീസും 35,851 കോടി രൂപയാണ്. നമ്മൾ നേരത്തെ നോക്കിയ ടോട്ടൽ അസറ്റ്സും ഇതേ തുക തന്നെയാണ്. ഒരു ബാലൻസ് ഷീറ്റിൽ എപ്പോഴും അസറ്റ്സ് ഈക്വൽ ടു ഈക്വിറ്റി പ്ലസ് ലയബിലിറ്റീസ് എന്ന നിയമം പാലിക്കപ്പെടണം. എറ്റേണൽ ലിമിറ്റഡിന്റെ ആകെ ബാധ്യത 1736 കോടി രൂപ മാത്രമാണ്. എന്നാൽ അവരുടെ ഇക്വിറ്റി 34,115 കോടിയാണ്. ഇതിനർത്ഥം കമ്പനി കടബാധ്യതകൾ വളരെ കുറഞ്ഞ സാമ്പത്തികമായ സുരക്ഷിതമായ നിലയിലാണ് എന്നാണ്. ഇതോടെ ബാലൻസ് ഷീറ്റിലെ പ്രധാന ഭാഗങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ബാലൻസ് ഷീറ്റ് എന്നത് വെറും കുറെ നമ്പറുകൾ മാത്രമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറുകൾ പിന്നിലെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഒരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യത്തിന്റെ എക്സ്റേ ആണ് ബാലൻസ് ഷീറ്റ്. ഇത് കൃത്യമായി വായിക്കാൻ പഠിച്ചാൽ ആ കമ്പനി എത്രത്തോളം ശക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എറ്റേണൽ ലിമിറ്റഡിന്റെ ആകെ ആസ്തി 35,851 കോടിയാണ്. ഇതിൽ വലിയൊരു ഭാഗം ദീർഘകാല നിക്ഷേപങ്ങളും കൈവശമുള്ള പണവുമാണെന്ന് കണ്ടു. ഇത് കമ്പനിയുടെ വളർച്ച സാധ്യത തന്നെയാണ് കാണിക്കുന്നത്. 35,851 കോടി രൂപ ആസ്തിയുള്ള കമ്പനിക്ക് വെറും 1736 കോടി രൂപ മാത്രമേ ബാധ്യതയുള്ളൂ എന്ന് വെക്കുമ്പോൾ 95% ആസ്തികളും സ്വന്തം പണം ഉപയോഗിച്ചുള്ളതാണെന്നാണ് അർത്ഥം. ഇത് നിക്ഷേപകർക്ക് വലിയ സുരക്ഷിതത്വം നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ 22,775 കോടിയിൽ നിന്ന് ഇക്വിറ്റി 34,115 കോടിയിലേക്ക് ഉയർന്നത് കമ്പനിയിലേക്ക് പുതിയ നിക്ഷേപങ്ങൾ വരുന്നു എന്നതിന്റെയും കൂടി അർത്ഥമാണ്. കമ്പനിയുടെ ഹ്രസ്വകാല ബാധ്യതകൾ അഥവാ കറന്റ് ലയബിലിറ്റീസ് തീർക്കാൻ ആവശ്യമായതിനേക്കാൾ 10 ഇരട്ടി ഹ്രസ്വകാല ആസ്തികൾ കമ്പനിയുടെ കൈവശമുണ്ട് എന്ന് അർത്ഥമാക്കുന്നു. അതായത് പണത്തിന് കമ്പനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചുരുക്കത്തിൽ ഈ ബാലൻസ് ഷീറ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എറ്റേണൽ ലിമിറ്റഡ് വളരെ കുറഞ്ഞ കടബാധ്യതയുള്ള, കയ്യിൽ ധാരാളം പണമുള്ള, സാമ്പത്തികമായ ഭദ്രതയുള്ള ഒരു കമ്പനിയാണെന്നാണ്. ഒരു ബാലൻസ് ഷീറ്റിലെ ഓരോ നമ്പറും എങ്ങനെ ഇങ്ങനെ ഓരോ കഥ പറയുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടുവെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്.